നമസ്കാരം. ലോകപ്രശസ്ത പോപ്പ് സ്റ്റാർ ജസ്റ്റിൻ ബീബറിൻ്റെ കാലക്കേട് ഇനിയും മാറിയില്ലേ എന്ന ആശങ്കയിലാണ് ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ. ഇതിന് കാരണം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യമാണ്. ന്യൂയോർക്കിലെ ഒരു തെരുവിലൂടെ തൻ്റെ ശരീരത്തിന് ചേരാത്ത വസ്ത്രം ധരിച്ച് തൂങ്ങിയ മുഖവുമായി ബീബർ നടന്നു നീങ്ങിയതായിട്ടാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് കണ്ട പലരും ഉത്കണ്ഠയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം പങ്കുവച്ചതും. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാധകരൊക്കെ കടുത്ത ആശങ്കയിലാണ് എന്നാണ്. ജസ്റ്റിൻ ബീബർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോപ്പ് രംഗത്തെ അതികായനായി വന്ന ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് നേടാൻ കഴിഞ്ഞ പ്രശസ്തിയും പണവുമെല്ലാം ജസ്റ്റിൻ ബീബറിന് ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ജസ്റ്റിൻ ബീബർ താൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. അമിതമായ തോതിലാണ് താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നത് എന്ന കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ തൻ്റെ ബോഡി ഗാർഡുകൾ വന്ന് ഓരോ സമയം ഇടവിട്ട് തൻ്റെ പൾസുണ്ടോ എന്ന് പോലും പരിശോധിക്കുമായിരുന്നു എന്നാണ് ബീബർ പിന്നീട് ഒരിക്കൽ വെളിപ്പെടുത്തിയത്. അത്രത്തോളം ഭീകരമായ രീതിയിലായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹെലിയുമായിട്ടുള്ള ബന്ധം. ഉഷ്ണകാലങ്ങളിൽ ചെറുപ്രാണിയുടെ കടിയേൽക്കുന്നത് മൂലം സംഭവിക്കുന്ന ബാക്ടീരിയ അണുബാധ മൂലമുണ്ടാകുന്ന ലൈം ഡിസീസും ഏറെക്കാലം ജസ്റ്റിൻ ബീബറിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഈ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറെ ആശ്വാസം പകർന്നത് ഭാര്യയായ ഹെയ്ലി ആയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധവും മോശമായി വരുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. കുറേ നാൾ മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റിൻ ബീബർ തൻ്റെ ഭാര്യ ഹെയ്ലിയെ അൺഫ്രണ്ട് ചെയ്തതായി കാണപ്പെട്ടിരുന്നു. ഇത് വലിയൊരു വാർത്തയായി മാറിയപ്പോൾ ബീബർ അത് കാര്യം നിഷേധിക്കുകയായിരുന്നു. ആരോ തൻ്റെ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി ഭാര്യയെ അൺഫ്രണ്ട് ചെയ്തതാണ് എന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ജനങ്ങളൊക്കെ തന്നെ അത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം എപ്പോഴും ഭാര്യയെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ ജസ്റ്റിൻ ബീബർ പറയാറുണ്ടായിരുന്നുള്ളൂ. തൻ്റെ കഷ്ടകാലത്തിലെല്ലാം ഒപ്പം നിന്ന ആളാണ് ഹെയ്ലി എന്നാണ് അദ്ദേഹം പറയുമായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വന്നു തുടങ്ങിയോ എന്ന് സംശയമുള്ളതായാണ് പലരും പറയുന്നത്. അതിന് ഒരുപക്ഷെ കാരണം ജസ്റ്റിൻ ബീബറിൻ്റെ ജീവിതശൈലി തന്നെയാണ്. ജസ്റ്റിൻ ബീബറിൻ്റെ മൊത്തം ശരീരഭാഷയും വസ്ത്രധാരണവും എല്ലാം കണ്ട പലർക്കും തോന്നിയത് ജസ്റ്റിൻ ബീബർ വീണ്ടും ലഹരിക്ക് അടിമയായോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും അല്ലാത്ത സാധാരണക്കാർ ജനങ്ങളുമൊക്കെ എത്തി ഉത്കണ്ഠ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ജസ്റ്റിൻ ബീബർ ആകട്ടെ തൻ്റെ ഭാര്യയുടെ ചിത്രങ്ങളും തങ്ങൾ രണ്ടുപേരും ഒത്ത ചിത്രങ്ങളുമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക പതിവായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചത്. ജാക്ക് ബ്ലൂസി എന്നാണ് ഈ കുഞ്ഞിന് അവർ പേരിട്ടിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കാൽപാദങ്ങളുടെ ചിത്രം പങ്കുവച്ച് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും പല പോപ്പ് താരങ്ങൾക്കും ഉണ്ടായ അതേ വിധി തന്നെയാണോ ജസ്റ്റിൻ ബീബറിനെയും കാത്തിരിക്കുന്നത് എന്ന ഉത്കണ്ഠയിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ. അദ്ദേഹത്തെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞതിൽ പലരും അതീവ ദുഃഖിതരാണ്. 40 വയസ്സ് ഉള്ള ബീബർ ഒരുപക്ഷെ കാഴ്ചയിൽ അതിനേക്കാളും പ്രായം തോന്നിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഏതായാലും ബീബറിനെ നല്ല വഴിക്ക് നടത്താൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് പൊതുവെ ആരാധകരുടെ ആവശ്യം.